ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഇരിങ്ങൽ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇൻ്റർനാഷണൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 20 മുതൽ ജനുവരി 6 വരെയാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പം അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള ഇരിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ക്രാഫ്റ്റ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 20 ഏക്കറോളം സ്ഥലത്താണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. സോ ഇവിടെ ഒരു ആനയുടെ പ്രതിമ നിങ്ങൾ കാണുന്നില്ലേ? ഇത് നമ്മുടെ കേരളത്തിലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് കരകൗശല പൈതൃക ഗ്രാമത്തിലെ ഒറ്റത്തടിയിൽ തീർത്തിട്ടുള്ള ഒരു ശില്പമാണ്. ഈ ഒരു ശില്പം എന്ന് പറയുന്നത് 5 വർഷം കൊണ്ടാണ് അത് നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പണിക്ക് പൂർത്തിയായിട്ടുള്ളത്. ഒരു 2017 ഡിസംബർ 21 സർഗാലയിൽ ഈ ഒരു ശില്പം എത്തിയിട്ടുള്ളത്. ഇത് മരത്തിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം 1 കോടി രൂപയാണ് ഈ ഒരു ആനയുടെ വില എന്ന് പറയുന്നത്. നമുക്ക് 1 കോടി രൂപ ഉണ്ടെങ്കിൽ ഇത് ആർക്കും വാങ്ങാനായിട്ട് സാധിക്കും. ഇപ്പോൾ 2017 മുതൽ ഇതിവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ പുറത്തൂടെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുന്ന സമയത്ത് നല്ല ഫുഡിൻ്റെ സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. അപ്പം നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല, നേരെ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് പോയി. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കുറേ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇവിടെ ഈ പ്രാവശ്യമുണ്ട്. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട്, അതുപോലെ തന്നെ വ്യത്യസ്ത സ്റ്റേറ്റിൽ നിന്നൊക്കെയുള്ള ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഈ പ്രാവശ്യം ഇവിടെ ഉണ്ടായിരുന്നു. മെനുവിൽ നമുക്ക് ഓരോ ഫുഡ് എന്തൊക്കെയാണെന്നും അതിൻ്റെ പ്രൈസ് എത്രയാണെന്നൊക്കെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വെറൈറ്റി ഫുഡ് കഴിക്കാത്ത ഏതെങ്കിലും ഒരു വെറൈറ്റി ഫുഡ് കഴിച്ച് നോക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് കാര്യം. അപ്പോഴത്തേക്കും എല്ലാ ഫുഡ് ഐറ്റംസും ഒന്നും റെഡി ആയിട്ടില്ല, റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ കറങ്ങി തിരിഞ്ഞ് അവസാനം നമ്മളുടെ പൊറോട്ട ബീഫ് അതിൽ തന്നെ എത്തി. അപ്പം തിരിച്ചു പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ഫുഡ് കഴിക്കാത്ത ഏതെങ്കിലും വെറൈറ്റി ഫുഡോടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് തൽക്കാലം നമ്മൾ പൊറോട്ടയും ബീഫും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ മെനുവിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രൈസ് കാണിക്കുന്നത് മാത്രമാണ് ഇപ്പോൾ അവിടെ റെഡി ആയിട്ടുള്ള ഫുഡുകളെന്ന് പറയുന്നത്. അപ്പം നമുക്ക് വേണ്ട ഫുഡ് ഏതൊക്കെയാണോ അത് നമ്മൾ ബില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ആ ബില്ല് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് പൊറാട്ടയും ബീഫും ഗ്രീൻ പെപ്പർ ചിക്കനായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് ബില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ബില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ടേബിളിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. നല്ല തിരക്കുള്ളത് കാരണം ടേബിളൊന്നും ഒഴിവുണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങൾക്കൊരു ടേബിൾ കിട്ടി. ഇവിടെ സെൽഫ് സർവീസാണ്, അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് എടുത്തുകൊണ്ടായിരുന്നു. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഈ വർഷത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് ഈ വർഷം ഇവിടെ ഇങ്ങനൊരു സെറ്റപ്പൊക്കെ വരുന്നത്. അതിലെ കാഴ്ചകൾ കാണാനാണ് ഇനി നമ്മൾ അടുത്തായിട്ട് പോകുന്നത്. ഇവിടെ ഒരാൾക്ക് 80 രൂപയാണ്. ഈ ഒരു അക്വേറിയത്തിലെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ 80 രൂപ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതിനുള്ളിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഡിഫറെൻ്റ് കളറിലും വലിപ്പത്തിലൊക്കെയുള്ള ഒരുപാട് മീനുകളെയൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഞണ്ട്, ആമ, അങ്ങനെയുള്ള സമുദ്രത്തിലുള്ള ജീവികളെയൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നല്ല രസമുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കാഴ്ചകൾ തന്നെയാണ് ഇതിനുള്ളിൽ ഒരുക്കിയിട്ടുള്ളത്.
ഈ ഒരു അക്വേറിയത്തിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ചെറിയ ചെറിയ കുഞ്ഞു മീനൊക്കെ പല കളറിലായിട്ട് ഇങ്ങനെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നാലും നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് അടുത്തത് ഈ ഒരു ഏരിയയിലാണ് പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുടെ പ്രൊഡക്റ്റ്സ് ഒക്കെ ഇവരിവിടെ പ്രദർശനത്തിനായി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കാണുക മാത്രമല്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാനും പറ്റും. അപ്പം കുറേ പേരൊക്കെ വാങ്ങുന്നുണ്ട്. നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇതിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഈ വർഷത്തെ ഒരു ഫെസ്റ്റിൽ 15ഓളം രാജ്യങ്ങളും 24ൽ പരം സ്റ്റേറ്റ്സും പങ്കെടുക്കുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെയുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ ഇവിടെ ഇങ്ങനെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. നമുക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കത് മേടിക്കാനൊക്കെ പറ്റും. പിന്നെ ഇത്തരത്തിലുള്ള കാഴ്ചകൾക്ക് പുറമെ ഈ പ്രാവശ്യം കുറേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ കൂടി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതിലൊന്ന് കിഡ്സ് എൻ്റർടൈൻമെൻറ്റ് സോൺ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ലൈവ് പെർഫോമൻസസ്, പെഡൽ മോട്ടോർ ബോട്ടിംഗ്, ടോക്ക് ഷോസ്, ബുക്ക് ഫെയർ, അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ഇവിടെ ഈ പ്രാവശ്യം അവർ ഒരുക്കിയിട്ടുണ്ട്. സർഗാലയിലേക്കുള്ള എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് 100 രൂപയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എത്തുകയാണെങ്കിൽ നമുക്ക് സർഗാലയുടെ ഉള്ളിൽ തന്നെ പാർക്കിംഗ് സൗകര്യമുണ്ട്. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അപ്പോഴത്തേക്കും തിരക്കായതുകൊണ്ട് നമുക്ക് ഈ ഒരു ഉള്ളിൽ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം കിട്ടില്ല. ഇവിടെ തന്നെ പുറത്തുള്ള പാർക്കിംഗ് സൗകര്യം ഇവർ പുറത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സർഗാലയിൽ സ്ഥിരമായിട്ടുള്ള 60ഓളം സ്റ്റാളുകൾ ഇവിടെയുണ്ട്. അത് ഏത് സമയത്ത് വന്നാലും നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന 60ഓളം സ്റ്റാളുകൾ ഇവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ ഇപ്പോൾ കണ്ടിട്ടുള്ള ഇത്തരം കാഴ്ചകൾ ഈ ഒരു ഫെസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കുറേ കാഴ്ചകളും ആക്ടിവിറ്റീസും ഒക്കെ ഇവിടെ എൻജോയ് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പം അതൊക്കെ കാണണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ അല്ലെങ്കിൽ സർഗാലയിലേക്ക് വരാൻ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ വന്നോളൂ കേട്ടോ. കാരണം ജനുവരി 6 വരെ മാത്രമാണ് ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ വരിക.
അങ്ങനെ നമ്മളിങ്ങനെ ഇവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആറന്മുള കണ്ണാടി. ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. സാധാരണ സിൽവർ ഗ്ലാസ് മിററിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതൊരു ലോഹ അലോയ് മിററാണ്. ആറന്മുളയിലെ ഒരു കൂട്ടുകുടുംബമാണ് ഇത് നിർമ്മിക്കുന്നത്. ഈ അലോയിൽ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അവർ പറയുന്നില്ല. അതൊരു കുടുംബ രഹസ്യമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ മെറ്റലർജിസ്റ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് അലോയ് എന്ന് പറയുന്നത് ടിന്നിന്റെയും ചെമ്പിന്റെയും ഒരു മിശ്രിതമാണ് എന്നാണ് കേട്ടോ. അപ്പൊ കണ്ണാടിയുടെ പ്രതിഫലന പ്രതലം കൈവരിക്കാൻ വേണ്ടിയിട്ട് ദിവസങ്ങളോളം ഇതിങ്ങനെ പോളിഷ് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു രൂപത്തിലേക്ക് വരുന്നത്. ഈ ഒരു കണ്ണാടിയുടെ വലിപ്പത്തിനനുസരിച്ച് അതിന്റെ വിലയിലും വർധനവുണ്ടാകും. കാരണം എന്താ വെച്ചാൽ ഇത് ഭയങ്കര എഫേർട്ട് വേണ്ട സാധനമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് കഷ്ടപ്പാട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇത് ഉണ്ടാക്കാനുള്ള ആ ഒരു പ്രയത്നത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ വലിപ്പത്തിനനുസരിച്ച് പൈസയും കൂടിക്കൊണ്ടിരിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ ഈ ഒരു ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു ഇനത്തിലേക്ക് ആദ്യം എത്തിയിട്ടുള്ളത് ആറന്മുള കണ്ണാടിയാണ്. പിന്നീട് ആലപ്പുഴയിലെ കയറ്, നവര, പാലക്കാടൻ മട്ട ഇതൊക്കെ ഈ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് കിട്ടുന്നത് നമ്മുടെ ഈ ആറന്മുള കണ്ണാടിക്കാണ്. ഇവിടെ ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ സ്ഥിരമായിട്ടുള്ള 60ഓളം സ്റ്റാളുകളുണ്ടല്ലോ. അപ്പോൾ ആ സ്റ്റാളുകളുടെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം കൂടുതൽ ലെങ്ത് വരും വീഡിയോയിൽ. അതുകൊണ്ട് ഞാൻ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം അത് അങ്ങനെ ഇത് മാത്രമല്ല, ഒരുപാട് കാഴ്ചകൾ ഇനിയും നമുക്ക് ഇവിടെ വന്നാൽ കാണാനായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ സ്റ്റേജ് പെർഫോമൻസ്, ലൈവ് സ്റ്റേജ് പെർഫോമൻസ് നടക്കുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ സ്റ്റേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റേജ് വെള്ളത്തിലാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു പുഴയിലാണ് സ്റ്റേജൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കൂടെ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഒരു പോപ്കോണൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ട് നമ്മൾ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തൊന്ന് പോയിട്ട് അവിടെ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ ഇന്ന് അവിടെ ഗസലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ കണ്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ ബാക്കി കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോവുകയാണ്.
ഇതൊക്കെ ഇവിടെ സ്ഥിരമായിട്ടുള്ളതാണ്. ഇപ്പോൾ വന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് മാത്രമുള്ളതല്ല, സ്ഥിരമായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇനി വീണ്ടും ഈ ഫുഡ് ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. കാരണം നമ്മൾ നേരത്തെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചല്ലോ. അപ്പോൾ അത് കഴിച്ചിട്ടാണ് നമ്മളിനി വീട്ടിലേക്ക് പോകുന്നുള്ളൂ. നേരത്തെ ഞാൻ മെനുവിൽ ഫുഡ് കഴിച്ച് തിരിച്ചു വരുമ്പോഴാണ് എൻ്റെ കണ്ണ് പെട്ടിട്ടുള്ളത്. ഒരു ചെമ്മീൻ പക്കുവട എന്ന് പറയുന്ന ഒരു ഐറ്റം ഞാൻ അവിടെ കണ്ടിരുന്നു. അത് കഴിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഇപ്പം പോകുന്ന സമയത്ത് അതുണ്ടെങ്കിൽ അത് കഴിക്കണം, പിന്നെ വേറെ എന്തെങ്കിലും വെറൈറ്റി ഫുഡ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കഴിക്കണം എന്നൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് നല്ല നാടൻ ഐറ്റംസ് ആണ്. ഇവിടെ നല്ല നാടൻ കൂവപ്പൊടി, ഒറിജിനൽ തേന്, കുടുംബശ്രീകാരുടെ അച്ചാറ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് നടന്ന് തളർന്നപ്പം ഞങ്ങൾ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു സ്ഥലമുണ്ട്, പുഴയുടെ അടുത്തായിട്ട് ഇരിക്കാനൊക്കെയുള്ള ഒരു നല്ല സൗകര്യമൊക്കെയുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരിക്കും. ഇവിടെ ഇരിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റും ആ ഗസലിൻ്റെ എല്ലാം കൂടെ കേൾക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നു. അങ്ങനെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും നടന്നു തുടങ്ങി. ഇവിടെ നമുക്ക് ലൈവായിട്ട് ഓരോ ആളുകളും അവരുടെ പ്രൊഡക്ട്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവായിട്ട് കാണിച്ചു തരും. അപ്പം നമുക്ക് നേരിട്ട് അതെങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പം അതൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ വീണ്ടും നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗത്ത് തന്നെ എത്തിയിട്ടോ. നിർഭാഗ്യവശാൽ ഞാൻ ഉദ്ദേശിച്ച ആ ചെമ്മീൻ പക്കുവട ഇവിടെ ഇല്ലായിരുന്നു, അതൊക്കെ തീർന്നു പോയിരുന്നു. അപ്പം നമ്മൾ വെറൈറ്റി ആയിട്ട് എന്താ കഴിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അവിടുത്തെ ഫുഡായിട്ടുള്ള ചിക്കൻ പുലാഫ്. അപ്പൊ കാണുമ്പോൾ ഒരു ഫ്രൈഡ് റൈസ് ഒക്കെ മാതിരി ഉണ്ടെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു മധുരമൊക്കെ കലർന്നിട്ടുള്ള ഒരു ഇതാണ്. ഇനി നമ്മൾ ഒരു പ്ലേറ്റ് 100 രൂപയാണ്. അപ്പം അത് മേടിച്ച് എല്ലാവരും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി. അപ്പം ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോവാണ്. ഇന്നത്തെ കാഴ്ച ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ, കമൻറ്റ്, പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.